ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ആണോ? ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കൃപയുടെ നടുവിലാണ് നാം എല്ലാവരും ഈ സമയങ്ങളിൽ ആയിരിക്കുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിരിക്കുന്ന അനന്തമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത കർത്താവ് ആദ്യമേ തന്നെ നമ്മുടെ മുൻപിലേക്ക് പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് മത്തായി സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഭാഗം ഈ കാലഘട്ടത്തോട് ഒന്ന് ചേർന്ന് ചിന്തിക്കേണ്ട വചനഭാഗങ്ങളാണ്. യോനാ പ്രവാചകനെ ദൈവം തെരഞ്ഞെടുത്ത് നിനിവേ എന്നുള്ള ഒരു പട്ടണത്തിലേക്ക് വിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി യോനായ്ക്കും അറിയാമായിരുന്നു, ദൈവത്തിനും അറിയാമായിരുന്നു. ഇന്ന് കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ആരുടെയൊക്കെ ഇഷ്ടം ഉണ്ട്? എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് എൻ്റെ ദൈവം ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്നെ ഇങ്ങോട്ട് മാറ്റി വിട്ടിരിക്കുന്നത്? കർത്താവിനോട് നിങ്ങൾ ചോദിക്കണം, എന്തിനാണ് ദൈവമേ ഇന്നേ ദിവസം നീ എന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിടുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട്, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളോട് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒത്തിരിയധികം അടയാളങ്ങളും പ്രതീകങ്ങളുമൊക്കെ ദൈവം കാണിച്ചു തരുമ്പോൾ മൂന്നാമതായി ഈശോ എന്നോട് പറയുന്നൊരു കാര്യം, ഇങ്ങനെയൊന്നും പോയാൽ പോരത്തില്ല. മനസാന്തരപ്പെട്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. മനസാന്തരപ്പെട്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈശോ നമ്മളോട് പറയുമ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിക്കഴിയുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. വെടിപ്പാക്കിയപ്പെട്ട ഒരുത്തൻ്റെ ആത്മാവ് ശുദ്ധമാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും ഒരു ആത്മാവ് പ്രവേശിക്കുവാനായിട്ട് വരണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിയുള്ള പിശാചിന് സാധിക്കും. അതുകൊണ്ട് തന്നേക്കാൾ ശക്തരായിട്ടുള്ള 6 എണ്ണത്തെ കൂടെ വിളിച്ചുകൊണ്ടാണ് വീണ്ടും വരുവാനായിട്ടുള്ളൊരു സാധ്യത. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിനുള്ള സ്ഥാനം നമ്മളെ ദൈവത്തോളം ഉയർത്തുമെന്ന് പറഞ്ഞു വെക്കുകയാണ് കർത്താവ്. ഇന്ന് സഭയിലെ വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കണ്ണുനീരിൻ്റെ അമ്മ എന്ന് അറിയപ്പെടുന്ന, വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ പോലും മാനസാന്തരപ്പെടുത്തുവാനായിട്ട് തക്ക വിധത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ഒരു നല്ല സ്ത്രീയായിരുന്നു. മാനസാന്തരപ്പെടുത്തിയ ഭർത്താവ് 1 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് യാത്രയായപ്പോൾ 3 മക്കളാണ് ദാനമായിട്ട് കൊടുത്തത്. ആ ദാനമായി കിട്ടിയ 3 മക്കളെയും ദൈവത്തോട് ബന്ധപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു നല്ല അമ്മയ്ക്ക് കിട്ടിയ മൂത്ത മകനായിരുന്നു കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായി തീർന്ന വിശുദ്ധ അഗസ്തീനോസ്. അമ്മയുടെ ചങ്ക് പൊട്ടിക്കുന്ന, കുടുംബത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകുന്ന, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കി കളയുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അഗസ്തീൻ എന്ന് പറയുന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആദ്യകാലത്തെ ജീവിതങ്ങളൊക്കെ തന്നെ.
നന്നായിട്ട് കരയാനായിട്ട് അറിയാമായിരുന്നു. ആർക്ക്? മോനിക്കായ്ക്ക്. മോനിക്ക കരഞ്ഞത് എന്തിനു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ കരഞ്ഞത്, വീടിന് വേണ്ടിയാ കരഞ്ഞത്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മക്കൾ ആഴപ്പെടാത്തതിൻ്റെ ആവശ്യകത അതിനെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള വലിയ സങ്കടത്തിലാണ് കരഞ്ഞത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വളരെയധികം സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല, ഒരു പെൺകുട്ടി വാവിട്ട് കരയുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും. എന്തിനു വേണ്ടിയാ അവൾ കരഞ്ഞത്? വളരെ വർഷക്കാലമായി താൻ ആരംഭിച്ച തൻ്റെ കൂട്ടുകാരനുമായി താൻ ആരംഭിച്ചിരുന്ന നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദൊക്കെ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വാവിട്ട് കരയുകയാണ്. പഠിത്തത്തിൽ കുറവൊന്നുമല്ലായിരുന്നു, 10ലും +2ലും ഒക്കെ 90% മാർക്കിലൊക്കെ മേളിലുള്ളൊരു കുട്ടിയായിരുന്നു എന്ന് വാർത്തകൾ പറയപ്പെടുന്നു. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ താഴെയുള്ള കമൻസിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു ചേട്ടത്തി അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ കുട്ടി ഈ ചെറുക്കനുമായിട്ട് അവിടെ വന്ന് ഇരുന്ന് ഒരു പുഴയുടെ ചാട്ടമോ വെള്ളച്ചാട്ടമോ കാണുവാനായിട്ട് വന്നിരുന്നു. അവർ തമ്മിൽ ബഹളമുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ അവിടെ ഇട്ടിട്ട് അവൻ പോയി. ഈ ചേച്ചി ചോദിച്ചു, എന്നാ മോളെ ഇവിടെ നിൽക്കുന്നത്, കൂടെ വന്നയാൾ കൊണ്ടുപോയില്ല. അന്നേരമെങ്കിലും ഈ മകള് പഠിക്കണ്ടായിരുന്നു. അലമുറിയിട്ട് കരയുന്നത് കണ്ടപ്പോൾ ആരോ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, വീട്ടിലാരോ മരിച്ചതിൻ്റെ അലമുറയല്ല ഇത്, വീട്ടിലാരെങ്കിലും മരണമടഞ്ഞതിൻ്റെ അലമുറയല്ല ഇത്, മറിച്ച് പിടിക്കപ്പെട്ടതിൻ്റെ അലമുറയാണ് ഇത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കാലഘട്ടത്തിൽ അഗസ്തീനോസിൻ്റെയൊക്കെ ആദ്യകാല ജീവിതങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ടോ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എന്ന് കർത്താവ് ശക്തമായിട്ട് ചോദിക്കുകയാണ്. ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണുനീരിൻ്റെ അമ്മ എന്നും ചെന്ന് അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കരയുമായിരുന്നു. അംബ്രോസ് പിതാവ് പറഞ്ഞു, കണ്ണുനീരിൻ്റെ മകനെ ദൈവം നിനക്ക് തിരിച്ചു തരും, കണ്ണുനീരിൻ്റെ മകനെ ദൈവം നിനക്ക് തിരിച്ചു തരും. തിരിച്ചു വന്ന മകൻ തീഷ്ണതയോടുകൂടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, ഒരു അമ്മ ഏറ്റവും കൂടുതൽ കരയാനായിട്ട് സാധ്യതയുള്ളത് മരിച്ചു കിടക്കുന്ന മകൻ്റെ മൃതദേഹത്തിന് അരികിലാണ്. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ വിശുദ്ധയായ അമ്മ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞ വലിയ ഒരു കാര്യം, മക്കളെ 3 പേരെയും കൂട്ടിച്ചേർത്തിട്ട് മക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളിടത്ത് അടക്കിക്കൊള്ളാം, പക്ഷേ നിങ്ങളുടെ എല്ലാ ബലിവേദിയിലും എന്നെ നിങ്ങൾ ഓർക്കണം. ഈ തിരുനാളിൽ, മോനിക്ക പുണ്യവതിയുടെ തിരുനാളിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുണ്യവതി പറഞ്ഞ വലിയൊരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ, അതാണ് അച്ഛൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. ഈ ബലിപീഠമാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെയൊക്കെ തിരിക്കുവാനായിട്ട് വലിയ സാധ്യതയുള്ള മേഖല. നമ്മുടെ ജീവിതത്തെയൊക്കെ സ്വർഗതുല്യമാക്കി ജീവിക്കുവാനായിട്ട്, ജീവിതത്തെ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നത് ഈ ബലിപീഠമാണ് എന്നുള്ള വലിയൊരു ചിന്ത കർത്താവ് ഇന്ന് നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഈ കുർബാന അത് തന്നെയാണ്. എന്താ നമ്മുടെ വിശുദ്ധ കുർബാന? അന്നാപ്പെസഹ തിരുനാളിൽ തൊട്ട് ആരംഭിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഈശോയുടെ ജനനം തുടങ്ങി അവസാനത്തെ ആശീർവാദം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്ലീഹന്മാരെ അനുഗ്രഹിച്ച കർത്താവ് കുർബാന സ്വീകരിച്ച് നിങ്ങളെ ആശീർവദിച്ചും കൊണ്ടുപോവുകയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗത്തിലേക്കുള്ള ഒരു ലക്ഷ്യമായി തീരുവാനായിട്ട്, സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാനായിട്ട്, ഈശോ പറയുന്നത് പോലെ പിന്തിരിയുവാനായിട്ട് സാധിക്കണം. യോനായെ നിനിവയിലേക്ക് വിട്ടുവെങ്കിൽ നമ്മെ പലരെയും ഈ ജീവിതകാലത്ത് പല സ്ഥലങ്ങളിലും ഈശോ വിടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളും കൂടെ പങ്കുകാരാകാൻ വേണ്ടിയാണ്. ഞാൻ ഹൈദരാബാദിലൊരു മിഷണറി ആയിട്ടൊരു 7-8 വർഷക്കാലം ജോലി ചെയ്തിരുന്നു. ഈ കൊറോണയുടെയൊക്കെ പീക്ക് ടൈമിൽ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, 5-8 പേരെ അടക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം
ദൈവം എനിക്ക് തന്നു. അതിനകത്ത് 33 വയസ്സുള്ളൊരു വൈദികൻ, ആ വൈദികനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അച്ഛനെ ഞങ്ങൾ കൊണ്ടുവന്നൊരു പൊതു ശ്മശാനത്തിൽ വിറകെല്ലാം കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമാണ് വീട്ടിൽ കൊടുത്തു വിട്ടത്. പല സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ എടുത്ത് വീടിൻ്റെ പുറത്തിട്ടിട്ട് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. ചിലയിടത്തൊക്കെ ആശുപത്രിയിലൊക്കെ അപ്പനും അമ്മയും മക്കൾ കൊണ്ടിട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ കാലഘട്ടമായിരുന്നു കൊറോണയുടെ കാലഘട്ടം. അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു മൃതസംസ്കാരം 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ മൃതസംസ്കാരമാണ്. ഞാനവിടെ യൂത്തിൻ്റെയൊക്കെ ഡയറക്ടറായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്യാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അങ്ങനെയാണ് ഈ മകൻ എന്നെ വിളിക്കുന്നത്, അച്ഛാ അമ്മയ്ക്ക് കൂടുതലാണ്, 14 ദിവസമായി 17 ലക്ഷം രൂപയായി, അച്ഛൻ പ്രാർത്ഥിക്കണം, അമ്മ അപ്പനും ഞാനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് അമ്മയില്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ഈ മകൻ ഭയങ്കര സങ്കടപ്പെട്ടു. ഞാൻ ആ മകനുമായിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ കരുണക്കൊന്ത ചൊല്ലി, ജപമാല ചൊല്ലി, കുരിശിൻ്റെ വഴിയൊക്കെ ആ മകൻ ചൊല്ലി. എന്നോട് പറയും, അച്ഛൻ നമുക്കിത് ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം മോനെ. ഒരു സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. ആ മകൻ എന്നോട് യാത്ര പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്, അച്ഛാ ഈ ആശുപത്രിയിൽ ഒരു സക്രാരി ഉണ്ട്, രാത്രി മുഴുവനും ഞാൻ ആ സക്രാരിയുടെ ചുവട്ടിലിരുന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഈശോ നിൻ്റെ പ്രാർത്ഥന കേൾക്കും, ഉറപ്പായിട്ടും ഈശോ നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അത് കട്ട് ചെയ്ത് അവൻ അങ്ങോട്ടേക്ക് ഓടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിറ്റേ ദിവസം നേരമാകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫോൺ കോൾ എന്ന് പറയുന്നത് ഈ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ്. ഞങ്ങൾ 4 വൈദികർ ഈ ബോഡി എടുക്കുവാനായിട്ട് PPE കിറ്റും മാസ്കും ഒക്കെ ഇട്ട് ആദ്യമായിട്ടാണ് കോവിഡ് വാർഡിലേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഈ ബെഡിൽ വളരെ കനം കുറഞ്ഞൊരു ചേച്ചി, അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. ഞങ്ങളെടുത്ത് ഒരു സിബുള്ള ഒരു കവറിനകത്തേക്കിട്ട് ഇതടച്ച് പെട്ടിയിലിട്ട് നേരെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ആംബുലൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ അകലെ നിൽക്കുന്ന ഈ മകനെ ഞാൻ കാണുന്നുണ്ട്. അവൻ ഓടി വരുന്നതും കാണുന്നുണ്ട്. ഓടി വന്ന ആ മകൻ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അൾത്താരയിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. അവൻ എന്നോട് ചോദിച്ച ചോദ്യം, എൻ്റെ അച്ഛാ ഈശോ എന്തുമാത്രം ക്രൂരനാ, നമ്മൾ എന്തുമാത്രം ഇന്നലെ കിടന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പള്ളിയിലുള്ളവരൊക്കെ അൾത്താരയുടെ മുമ്പിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ഈശോ എൻ്റെ അമ്മയെ എടുത്തോണ്ട് പോയി എന്നുള്ളൊരു ചോദ്യമല്ല അവൻ ചോദിച്ചത്. ഞാൻ രാത്രി മൊത്തം അച്ഛാ സക്രാരിയുടെ മുമ്പിൽ കിടക്കുകയായിരുന്നു. രാത്രി മുഴുവനും ഞാൻ സക്രാരിയുടെ മുമ്പിൽ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഈശോ എൻ്റെ അമ്മയെ എടുത്തുകൊണ്ട് പോയല്ലോ എന്നല്ല അവൻ ചോദിച്ചത്. അവനോട് ചോദിച്ച ചോദ്യം ഇതാണ്, അച്ഛാ എൻ്റെ അമ്മ സ്വർഗത്തിൽ പോകുമോ? തലേ ദിവസത്തെ വിളി ഞാൻ ഓർക്കുകയാണ്. അമ്മയെ കിട്ടണമെന്ന് പറഞ്ഞ ആ വിളിയിൽ നിന്നും ഒരുപക്ഷെ സക്രാരിയുടെ മുമ്പിൽ കമന്നു കിടന്ന് പ്രാർത്ഥിച്ച അവന് ഈശോ കൊടുത്ത വലിയൊരു വെളിപാടായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്വർഗത്തിലേക്ക് അമ്മ പോകുമോ എന്നുള്ളൊരു ചോദ്യം അവൻ്റെ നാവിൽ നിന്നും വരുവാനായിട്ട് ഒരുപക്ഷെ ഈശോയാണ് അവനെ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കണ്ണുനീരിന് ഇത്രയും കയ്പുണ്ടെന്നും പുളിയുണ്ടെന്നും ശരിക്കും മനസ്സിലായൊരു ദിവസമാണ്. കാരണം എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കൂടെയുള്ള വൈദികരുടെ കണ്ണിൽ നിന്നുമൊക്കെ കുടുകുടാന്ന് കണ്ണുനീരൊഴുകി നാവിലേക്കും ചുണ്ടിലേക്കും വരുമ്പോൾ, മറുപടി പറയാൻ സാധിക്കാൻ നിൽക്കുമ്പോൾ ഈ മകൻ്റെ അപ്പൻ ഓടി വന്നിട്ട് ഇവനെ എടുത്ത് നെഞ്ചോട് വെച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സന്തോഷം തോന്നുന്നു ആ കുടുംബത്തെ ഓർത്ത്. അപ്പം പറഞ്ഞ മറുപടി ഇതാണ്, നിൻ്റെ അമ്മ എൻ്റെ ഭാര്യ വിശുദ്ധയാണ്, തീർച്ചയായിട്ടും അവൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകും.
22 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചപ്പോൾ ജീവിത പങ്കാളിക്ക് തൻ്റെ ഭാര്യയുടെ അവസാന നിമിഷങ്ങളിൽ പോലും പറയുവാനായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഭാര്യ വിശുദ്ധയാണെന്നും അവൾ എങ്ങോട്ടാ പോകുന്നതെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരപ്പൻ്റെ മുമ്പിലാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുമോ? നമ്മൾ കൂടെയുള്ളവർ പോകാൻ സാധ്യതയുണ്ടോ? കെട്ടിയോനെ സ്വർഗം കിട്ടുമോ? ഭാര്യയ്ക്ക് കിട്ടുമോ? മക്കള് പോകുമോ? സാധ്യതയുണ്ടോ? മനസ്സാന്തരപ്പെടേണ്ടത് സ്വർഗത്തിലേക്ക് തിരിയാനായിട്ടാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്. തിരിയണം നമ്മൾ പാപത്തിലേക്കല്ല, മറിച്ച് എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക് നിങ്ങൾ തിരിയാനായിട്ട് ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ തിരിയുവാൻ സഹായിച്ച മോനിക്ക പുണ്യവതിയാണ് അഗസ്തീനോസിനെ സ്വർഗം കാണിച്ചു കൊടുത്ത അവൻ്റെ അമ്മ. അങ്ങനെ ഒരു അമ്മയാകുവാൻ, അങ്ങനെ ഒരു ഭർത്താവാകുവാൻ, കുടുംബനാഥയാകുവാൻ, മക്കളാകുവാനായിട്ട് ഈ കുർബാന നമ്മളെ ശക്തരാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ കുർബാനയിൽ ഒരു നിയോഗവുമില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കാഴ്ചക്കാരായിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് എൻ്റെ കൈകളിൽ തരാൻ നിനക്കൊന്നുമില്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ കർത്താവ് ചോദിക്കുന്നുണ്ട്. എത്ര പ്രാർത്ഥനകളുണ്ട്, എത്ര അപേക്ഷകളുണ്ട്. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈശോയുടെ കൈകളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെത് എത്ര വേദനയേറിയതാണേലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. രണ്ടാമതായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ മാനസാന്തരപ്പെടണം എന്ന് എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സ്വർഗം അടഞ്ഞു പോകുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്. എൻ്റെ മാമോദീസായിൽ സ്വർഗം തുറക്കപ്പെട്ട സ്വർഗമാണ്, ദൈവാത്മാവ് ഇറങ്ങി വന്ന സമയമാണ്. പക്ഷെ ഇന്ന് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്വർഗം അടയ്ക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ടോ? കന്യകമാരുടെ ഉപമയിൽ പറയുന്നത് പോലെ വന്ന് നമ്മൾ കതകിൽ മുട്ടുകയാണ്, അല്ലേ? കതകിൽ മുട്ടുകയാണ്. ഈശോ നമ്മളോട് പറയും അറിയത്തില്ല എന്ന് പറയും. വെളിപാട് പുസ്തകത്തിൽ ഈശോ എന്നോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു, ആര് എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്നുവോ അതിനകത്ത് പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിക്കുമ്പോൾ ഈശോ വന്നാ എൻ്റെ വാതിൽ മുട്ടുന്നത്, മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെന്നാണ് വാതിൽ മുട്ടുന്നത്. കർത്താവിന് എൻ്റെ സ്വരം തിരിച്ചറിയുവാൻ ഈ കുർബാനയിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.